നമസ്കാരം. നാളെ ഓഗസ്റ്റ് 12 ഓഗസ്റ്റ് 12 ബുധനാഴ്ചയാണ്. നാളത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം നാളെ കർക്കിടക വാവാണ്. ഇന്നേ ദിവസത്തെ രാശിപ്രകാരം നോക്കുമ്പോൾ ഈ പരാമർശിക്കാൻ പോകുന്ന നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് ഇന്നേ ദിവസം അനുകൂലവും ചില കാര്യങ്ങൾ കൂടുതലായും അനുകൂലമായി ഭവിക്കുകയും ചെയ്യാവുന്ന ദിവസമാണ്. എന്താണ് പ്രധാനമായും ഇന്നേ ദിവസം സംഭവിക്കുക, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇതേക്കുറിച്ച് വിശദമായി തന്നെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ നാമം അത് കമന്റായി രേഖപ്പെടുത്തി ഏവരും വന്ദിക്കൂ. മേടം രാശി. മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അശ്വതി, ഭരണി, കാർത്തിക എന്നീ നാളുകാർ. ഈ രാശിയിൽ വരുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം പല കാര്യങ്ങളും കൃത്യതയോടെ നിർവഹിക്കുവാൻ സാധിക്കുന്ന ഒരു ദിവസമായി തന്നെ മാറാം. പല കാര്യങ്ങൾക്കും സമയം കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. ഈ സമയം പ്രധാനമായും നിങ്ങൾക്ക് പല കാര്യങ്ങളിലും തൃപ്തി വരാത്തതായ ഒരു സാഹചര്യമുണ്ട്. യാത്രകൾ, തീർത്ഥയാത്രകൾ പോലുള്ള കാര്യങ്ങൾ ഈ സമയം ജീവിതത്തിലേക്ക് കടന്നു വരാവുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കരുത്ത് വർദ്ധിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. മാനസിക ഉല്ലാസം കടന്നു വരാവുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. ഈ സമയം നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന സാഹചര്യം നിങ്ങൾക്കുണ്ട്. ഈ സമയം പുതുമ പല കാര്യങ്ങളിലും ലഭിക്കാവുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. സത്യം അന്വേഷിക്കുകയും പല കാര്യങ്ങളും കൃത്യതയോടെ ബോധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ധനം അപ്രതീക്ഷിതമായി ജീവിതത്തിലേക്ക് കടന്നു വരാവുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ട് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം ആവശ്യങ്ങൾക്ക് ധനം ലഭിക്കാവുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട്. ആവശ്യങ്ങൾക്ക് പോലും അപ്രതീക്ഷിതമായി ധനം ലഭിക്കുക, സന്തോഷ നിമിഷങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. വാക്കുകളിൽ കരുത്ത് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസം കൂടിയാണ്. കൂടാതെ ഇന്നേ ദിവസം കാര്യങ്ങളെ ഏകോപിപ്പിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പിണങ്ങുവാനുള്ള അവസരങ്ങൾ, അത്തരം ചില കാര്യങ്ങൾ ഉള്ളതിനാൽ തന്നെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തി തന്നെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. ഈ സമയം നിങ്ങളുടെ ധനപരമായി ഉണ്ടായിരിക്കുന്ന വിഷമകരമായ സാഹചര്യങ്ങളെ പോലും ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. എതിർപ്പുകൾ ഉണ്ടാകും എങ്കിലും പല കാര്യങ്ങളും കൃത്യതയോടെ പ്രവർത്തിക്കാൻ സാധിച്ചു എന്ന് വരാം. ഈ സമയം പ്രശ്നങ്ങളെ അതിജീവിച്ച് മുന്നേറുവാനുള്ള കരുത്ത് ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ഒരു സമയം കൂടിയാണ്. കൃത്യമായി ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം തെറ്റിദ്ധരിപ്പിക്കുവാൻ പലരും ഉണ്ടാകും എന്നതിനാൽ തന്നെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം. വിശ്വാസം എല്ലാ കാര്യങ്ങളിലും പ്രാധാന്യമുണ്ട് എന്ന കാര്യം ഓർക്കുക. അതിനാൽ വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളിലും അനുമതി ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലായ ഒരു സമയമാണ്. സമാധാനക്കേടുകൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഗുണകരമായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം. മേലധികാരികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാകാവുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട്. ഈ സമയം നിങ്ങൾക്ക് മേന്മ പല കാര്യങ്ങളിലും വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ്. ശ്രദ്ധയോടെ മുന്നോട്ട് പോകൂ.
കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദം, പൂയം, ആയില്യം എന്നീ നാളുകാർ. ഈ രാശിയിൽ വരുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം കൂടുതൽ അനുകൂലമാകുന്ന സാഹചര്യം വന്നുചേരാം. കലഹങ്ങൾ ഉണ്ടാകും എങ്കിൽ പോലും ആ കാര്യങ്ങളെ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം. സാഹചര്യങ്ങളെ ശാന്തമാക്കുവാനുള്ള ഒരു അവസരം വന്നുചേരാം. തീർത്ഥയാത്രകൾ, ക്ഷേത്ര ദർശനം പോലുള്ള കാര്യങ്ങൾ സാധ്യമാകാവുന്ന ദിവസമാണ്. ശ്രദ്ധയോടെ മുന്നോട്ട് പോകുവാനും ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാനും സാധിക്കാവുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾക്ക് പ്രത്യേകിച്ചും പല ലക്ഷ്യങ്ങളും നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. സാഹസങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ട ഒരു ദിവസം കൂടിയാണ് മുൻപിലുള്ളത്. ഈ സമയം നിങ്ങൾക്ക് പ്രത്യേകിച്ചും പ്രണയികൾക്ക് അനുകൂലമായ ദിവസമാണ്. കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട അനുകൂല സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്ന ഒരു ദിവസം കൂടിയാണ്. ഈ സമയം പ്രത്യേകിച്ചും ചില കാര്യങ്ങളിൽ നിങ്ങളുടെ വാക്കുകൾക്ക് വളരെയധികം സ്വാധീനം ചെലുത്തുവാൻ സാധിച്ചു എന്ന് വരാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ തൊഴിൽപരമായി ഏതെങ്കിലും വിഷമതകളുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാൻ സാധിക്കും. ധനപരമായ സ്വസ്ഥത വർദ്ധിക്കാവുന്ന സമയമാണ്. പുരോഗതിയെ പല കാര്യങ്ങൾ കൊണ്ടും തടസ്സപ്പെടുത്തും എങ്കിലും അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ചുമതലകൾ കൃത്യതയോടെ നിറവേറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കും. പിന്തുണ വളരെയധികം വർദ്ധിക്കാവുന്ന സാഹചര്യമുണ്ട്. ശുഭകാര്യങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പല കാര്യങ്ങളിലും അംഗീകാരങ്ങൾ സിദ്ധിക്കാവുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിഗമനങ്ങൾ ചിലത് തെറ്റിപ്പോകുവാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ ശ്രദ്ധയോടെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് പിന്തുണ നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് മുൻപിലുള്ളത്. എതിർപ്പുകളുണ്ട് എങ്കിലും പല കാര്യങ്ങളെയും ആ എതിർപ്പുകൾ അധികരിച്ച് അല്ലെങ്കിൽ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. സമ്മർദ്ദങ്ങൾ പല കാര്യങ്ങളിലും ഉണ്ടാകും എങ്കിലും അത്തരം കാര്യങ്ങളെ തീർച്ചയായും നിങ്ങൾക്ക് ശ്രദ്ധയോടെ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ സമയം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് തൃപ്തി ലഭിക്കാത്തത് അത് വിഷമകരമായ സാഹചര്യം സൃഷ്ടിച്ചു എന്ന് വരാം. എന്നാൽ അത്തരം കാര്യങ്ങളെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം നിങ്ങളുടെ ശക്തി അത് കൃത്യമായി പ്രകടമാക്കുവാൻ സാധിക്കുന്ന സമയമാണ്. മാനസിക ആഹ്ലാദം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്നേ ദിവസം വന്നു ചേരാം എന്നുള്ളതാണ്. കർമ്മത്തിലും വളരെയധികം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന സാഹചര്യമാണ് ഉള്ളത്. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ചിത്തിര, ചോതി, വിശാഖം എന്നീ നാളുകാർ. ഈ രാശിയിൽ വരുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം പല രീതിയിലും അനുകൂല സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്ന ഒരു സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും നേട്ടങ്ങൾ കൈവരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. പ്രതീക്ഷിച്ചിട്ടുള്ളതായ പല തീരുമാനങ്ങളും അത് കൃത്യതയോടെ എടുത്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ക്ഷേത്ര ദർശനം, യാത്രകൾ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം എന്നുള്ളതാണ്. കൂടാതെ ഇന്നേ ദിവസം പ്രത്യേകിച്ചും എല്ലാ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ട സമയമാണ്. ചെയ്യുന്ന പ്രവൃത്തികളിൽ ശോഭിക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാം എന്നുള്ളതാണ്. നിങ്ങളുടെ പ്രയത്നം വിലമതിക്കപ്പെടുന്നതായ സാഹചര്യം ജീവിതത്തിൽ വന്നു ചേരാം. പ്രവർത്തനങ്ങൾക്ക് സമയം ലഭിക്കാവുന്ന സാഹചര്യമുണ്ട്.
ഏകാഗ്രതയോടെ പ്രവർത്തിക്കാനുള്ള അവസരം ജീവിതത്തിലേക്ക് വന്നു ചേരാം. ധന നേട്ടം വന്ന് ചേരാവുന്ന സമയമാണ്. അപ്രതീക്ഷിതമായി പല സഹായങ്ങളും ജീവിതത്തിൽ സിദ്ധിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. കൂടാതെ ഇന്നേ ദിവസം പ്രത്യേകിച്ചും പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. ബുദ്ധിവൈഭവത്തോടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. പല കാര്യങ്ങളിലും കരുത്തേകുന്ന തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കുവാൻ സാധിക്കും. കൂട്ടായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് മുൻപിലുള്ളത്. ആശ്വസിക്കുവാൻ സാധിക്കുന്ന പല കാര്യങ്ങളും ഇന്നേ ദിവസം ജീവിതത്തിൽ സംഭവിക്കാം. മേന്മ വർദ്ധിക്കാവുന്ന ഒരു ദിവസമാണ്. പല വിഷമതകളോ പ്രശ്നങ്ങളോ ഉണ്ടായാൽ പോലും സ്വതസിദ്ധമായ പ്രായോഗികതയാൽ അതിനെ മറികടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സാഹചര്യമുണ്ട്. വരുമാന മാർഗങ്ങൾ തുറന്ന് ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ഈ സമയം പല കാര്യങ്ങളെക്കുറിച്ചും ഒരു കൃത്യമായ ധാരണ വരുത്തിയതിനു ശേഷം മുന്നോട്ട് പോകുവാൻ ശ്രമിക്കും. പ്രവർത്തന സുഗമത പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ജീവിതത്തിലേക്ക് വന്നു ചേരാം. പിടിവാശി പല കാര്യങ്ങളിലും ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. ഈ സമയം ചില വ്യക്തികൾ നെഗറ്റീവായ കാര്യങ്ങളാൽ മനസ്സിനെ വിഷമിപ്പിക്കുവാൻ ശ്രമിച്ചു എന്ന് വരാം. അത്തരം കാര്യങ്ങളിൽ തീർച്ചയായും ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകണം. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലമാകാവുന്ന ഒരു ദിവസം തന്നെയാണ്. ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ട ഒരു ദിവസമായി തന്നെ പരാമർശിക്കാം. എന്നാൽ ഈ സമയം അപ്രതീക്ഷിതമായി ലഭിക്കുന്ന അവസരങ്ങൾ വിനിയോഗിക്കണം. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തുക. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അവിട്ടം, ചതയം, പൂരുരുട്ടാതി എന്നീ നാൾക്കാർ. പല കാര്യങ്ങളിലും പിടിവാശി ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലായ ഒരു സമയമായി തന്നെ പരാമർശിക്കാം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഉപദേശങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ജോലി ലഭിക്കുവാനുള്ള സാധ്യതകൾ തുലോം കൂടുതലായ ദിവസം. ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ ദൈവിക കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുവാൻ സാധിക്കുന്ന ഒരു ദിവസമായി തന്നെ പരാമർശിക്കാം. കൂടാതെ ഈ സമയം പല കാര്യങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തൃപ്തികരമാകണം എന്നില്ല. ഇന്നേ ദിവസം നിങ്ങൾക്ക് പ്രത്യേകിച്ചും പല ദൗത്യങ്ങളും പൂർത്തീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ചില തീരുമാനങ്ങൾ എടുത്ത് കൃത്യതയോടെ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പറഞ്ഞ വാക്ക് പാലിക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് ജീവിതത്തിലുള്ളത്. ആഡംബര ചെലവുകൾ പോലുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ ചെലവ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വർദ്ധിക്കാവുന്ന ദിവസമാണ്. ധനപരമായ ചില സഹായങ്ങൾ സിദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. സമയനിഷ്ഠ അല്പം തെറ്റുവാനുള്ള സാധ്യത ഇന്നേ ദിവസം വളരെ കൂടുതൽ തന്നെയാണ്. ഈ സമയം രാഷ്ട്രീയപരമായ കാര്യങ്ങൾ അല്പം അനുകൂലമായി തീരാം. കലാമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരാം. സാഹസങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ട ഒരു ദിവസം തന്നെയാണ്. ധനവിനിയോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതായ സമയമാണ്. മനസ്സറിഞ്ഞ് എല്ലാ കാര്യങ്ങളിലും പ്രവർത്തിക്കുവാൻ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. ചടുലമായ നീക്കങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂടാതെ ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില വസ്തുക്കൾ വാങ്ങുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ സിദ്ധിക്കാവുന്ന ഒരു സമയം കൂടിയാണ്.
നിയന്ത്രണം എല്ലാ കാര്യങ്ങളും പാലിക്കേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങൾ പറഞ്ഞു പോയതിന് ശേഷമായിരിക്കും വേണ്ടായിരുന്നു എന്ന് തോന്നുക. ചില കാര്യങ്ങളിൽ ശത്രുക്കളെ സൃഷ്ടിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഈ സമയം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വിമർശനങ്ങൾ ഏൽക്കേണ്ടതായി വരാം. ചിലർ മനസ്സ് വിഷമിപ്പിക്കുന്നതായ രീതിയിൽ സംസാരിച്ചു എന്ന് വരാം. ഈ സമയം പല കാര്യങ്ങളിലും ഒരു വ്യക്തത കുറയുന്നതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം. എന്നാൽ ഇന്നേ ദിവസം തീർത്ഥാടനം പോലുള്ള കാര്യങ്ങൾ സുഗമമായി കലാശിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. വിവാദങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുവാൻ ശ്രദ്ധിക്കണം. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ അനുകൂലമായ ഒരു ദിവസം തന്നെയാണ്. ശ്രദ്ധയോടെ മുന്നോട്ട് നീങ്ങൂ.